നമസ്കാരം. ഞാൻ ഇന്നൊരു സംഭവം കണ്ടു. നമ്മുടെ എന്താ പറയാൻ, കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കീഴിൽ ഒരു ടീം ഒരു പുതുതായിട്ട് തുടങ്ങിയ ഹോട്ടലിൽ പരിശോധനയ്ക്ക് വന്നു. 2 ദിവസത്തിന് മുമ്പേ വന്നായിരുന്നു. ഇപ്പോൾ ഇന്നും വന്ന് പരിശോധിക്കുന്ന കണ്ടു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പരാതി കിട്ടിയിട്ടാണ് വന്നത്. അവരുടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് പരാതി കിട്ടിയിട്ടാണ് വന്നത്. ഇവിടുത്തെ ഈ ഹോട്ടലിലെ വേസ്റ്റ് വെള്ളം സമീപത്തൂടെ ഒഴുകുന്ന വേറൊരു ഓടയിലോട്ട് ഇവരുടെ വേസ്റ്റ് വെള്ളം അങ്ങോട്ട് വിടുന്നതെന്ന് പറഞ്ഞിട്ട് പുതിയ ഹോട്ടലാണ്. കഷ്ടിച്ച് 8-10 ദിവസമായുള്ള തുടങ്ങിയിട്ടില്ല. അപ്പം ആരൊക്കെ പരാതി കൊടുത്താണ് ഒന്ന് അന്വേഷിക്കുന്നത്. പക്ഷേ ഇവർ അതിന് വേണ്ടിയിട്ടുള്ള ഇതൊന്നും കരുതിയിട്ടില്ലായിരുന്നു സത്യം. ഇപ്പോൾ 3 ദിവസത്തിന് മുമ്പേ ആദ്യം ഇവർ വന്ന് പരിശോധന നടത്തി, അവർ വാണിംഗ് കൊടുത്തു, അവർ ഹോട്ടൽ അടച്ചിട്ടു. അവർ പിന്നീട് വേസ്റ്റ് വിടാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്ത് ഓക്കെ ആയിട്ട് ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ആരൊക്കെയോ, അങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹം, ആരൊക്കെയോ പരാതി കൊടുത്തു. വെള്ളം വീണ്ടും അവർ വേസ്റ്റ് വിടുന്നെന്ന് പറഞ്ഞ് അവർ വന്ന് നല്ല പരിശോധന നടത്തി. ഇതൊക്കെ ഞാൻ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. പരിശോധന നടത്തി അവർ എല്ലാ സംവിധാനം കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഡൗട്ട്, നിങ്ങൾ അഡീഷണലായിട്ട് വല്ല ഹോൾ ഇട്ടിട്ടുണ്ടാവോ എന്ന് പറഞ്ഞ് ഇവർ അതിൻ്റെ പരിശോധന നടത്തി. ഇവർ കൊണ്ടുവന്ന സാധനം അതിൽ ഒഴിച്ച് അവിടെ വരാനായിട്ട് മണിക്കൂറോളം കാത്തുനിന്ന് ഇവർ ഈ വേസ്റ്റ് വെള്ളം പോയി ചെന്ന് വീഴുന്ന സ്ഥലത്ത് നോക്കിയിട്ടൊന്നും ഇവിടെ നല്ലെന്ന് ബോധ്യപ്പെട്ടു, ഈ ഹോട്ടലിൽ നല്ലെന്ന് ബോധ്യപ്പെട്ടു. അവർ വേറെ ടാങ്കൊക്കെ വെച്ച് അവർ കൃത്യമായിട്ട് നിയമാനുസൃതമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അവർ ചെയ്തു ഹോട്ടലുകാർ. പക്ഷേ ഈ വേസ്റ്റ് വെള്ളം എവിടെ നിന്ന് വരുന്നു? അത് നമ്മൾ ചിന്തിക്കണം, സമൂഹം ചിന്തിക്കണം. ഞാൻ മനസ്സിലാക്കിയത്, ആ പ്രദേശത്തുള്ള ഒത്തിരി വീടുകളിൽ നിന്ന് വേസ്റ്റ് വെള്ളം ഈ ഓടയിലോട്ട് പോകുന്നത്. ഈ ഓടയിലെ വെള്ളം വീഴുന്നതോ നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള ഒരു നദിയിലോട്ട്. അപ്പം ആ ആറിൽ അല്ലെങ്കിൽ ആ നദിയിൽ നമ്മൾ കുളിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നത്. എന്തോ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. കുടിവെള്ളം പദ്ധതി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം എവിടെ നിന്ന് വരുന്നു? ഇവിടുത്തെ കോർപ്പറേഷൻ അതിന് തയ്യാറാകണം, അത് അന്വേഷിക്കണം. അന്വേഷിച്ചാൽ സകലതും വെളിച്ചത്ത് വരും. ഒട്ടുമുക്കാൽ വീടുകളിൽ നിന്നും ഈ വേസ്റ്റ് വെള്ളങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. അത് ഇഷ്ടം പോലെ വീടുകളിൽ അത് സംവിധാനം ചെയ്യിക്കണം. അതാത് വീടുകളിൽ വേസ്റ്റുകൾ പുറത്തോട്ട് വിടാനുള്ളതല്ല, അവർ കുഴിയെടുത്ത് അതിനുള്ള രീതിയിലുള്ള നിയമാനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതില്ലാതെ ഇങ്ങനെ പുറത്തോട്ട് വിടുന്നത് എന്തന്യായമാണ്? എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കുന്നില്ല? കോർപ്പറേഷൻ അതിന് തയ്യാറാകണം. ജനങ്ങളുടെ ആരോഗ്യം വലുതല്ലേ? അത് പാടില്ല. നിയമാനുസൃതമായിട്ട് കാര്യങ്ങൾ നടത്താൻ കോർപ്പറേഷൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ ഇന്നൊരു കണ്ട കാര്യം പറയുന്നതാണ്. മിക്ക വീടുകൾ അന്വേഷിച്ചപ്പോൾ മിക്ക വീടുകൾ ഇതുപോലെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വെള്ളം ഇതുപോലെ ഓടയിലോട്ട് പോകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ വെള്ളം ചെന്ന് ഈ ഓടയിലെ വെള്ളം പതിക്കുന്നതോ ആറ്റിലും. എന്തൊരു ദയനീയാവസ്ഥ നമ്മുടെ സമൂഹം എന്തെങ്ങനെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം സ്വാധീനത്തിൻ്റെ പുറത്ത്. പിടിച്ചിരുന്നാണ് ഞങ്ങളങ്ങ് തലയൂരി എങ്ങനെയെങ്കിലൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു. നമ്മൾ സ്വയം ചിന്തിച്ചു, ഇത് ചെയ്യുന്നത് തെറ്റല്ലേ? നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഇതിനൊക്കെ മാറ്റം വരുത്തുന്നത്. ചുമ്മാ സർക്കാരിൽ നിന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ.
അവർ ഇതൊന്നും അന്വേഷിക്കാത്ത, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ജനങ്ങൾ നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം വരുള്ളൂ. അതിൻ്റെ വേദന മനസ്സിലാകണമെങ്കിൽ നമ്മളിപ്പോൾ ഈ വേസ്റ്റ്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് വേസ്റ്റ് വെള്ളം ആറ്റിൽ ചെന്ന് വീഴുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മളിൽപ്പെട്ട ആരെങ്കിലും ചെന്ന് അവിടെ ചെന്ന് കുളിച്ച് എന്തെങ്കിലും അസുഖം പിടിപെട്ടാൽ അന്നേരം നമുക്ക് തട്ടും, ഓ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം വേസ്റ്റ് വെള്ളം അങ്ങോട്ടാണല്ലോ വിടുന്നതെന്ന്. സമൂഹം അത് ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യരുത്. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്, ഇങ്ങനെ ആരും ചെയ്യരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു പോകുക, അത് തെറ്റോ ശരിയോ എന്ന്. ഞാൻ എൻ്റെ ശരിയാണ് പറയുന്നത്, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ.